இன்னும் ஏதாவது வேணுமா சார்? You like to have some ice cream? No, sir. One ice cream. சரி சார். It's really shocking, sir. ഇതിലിപ്പോ എന്റെ നില ആകെ പരിങ്ങലായിരിക്കുന്നു. അതെ, മ്യൂസിയത്തിലെ സെക്യൂരിറ്റിയുടെ ചുമതല സാറിനാണല്ലോ. കിരീടം വീണ്ടെടുക്കേണ്ട ചുമതലയെ എനിക്ക് തന്നെ. ഇഫ് നോട്ട് ഐ മേ ഗെറ്റ് ഡിസ്മിസ്. ഹോം മിനിസ്റ്റർ ഫോണിൽ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല, സർ. അദ്ദേഹത്തിന്റെ ടെൻഷൻ. മിസ്റ്റർ രാംദാസ് എന്നെ രക്ഷിക്കണം. ഇതിപ്പോ സാറ് 4ാമത്തെ തവണയാണല്ലോ എന്നോട് പറയുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് മാത്രം പറയുന്നില്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്രയോ വിഷമം പിടിച്ച കേസുകൾക്ക് തുമ്പുണ്ടാക്കിയവരാണ് മിസ്റ്റർ രാംദാസ്, മിസ്റ്റർ വിജയനും. അതുകൊണ്ട് പോൾ ബാർബറെ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോകണം. അമേരിക്ക? സാർ, ഐസ്ക്രീം വന്ന്. സാറിനോട് വിരോധമുള്ള ആരെങ്കിലും ഐസ്ക്രീം തലയിലേക്ക് ഇട്ടതാണോ? എങ്കിൽ ഈ ഹോട്ടൽ ഞാൻ പൂട്ടിക്കും. മിസ്റ്റർ രാംദാസ്, ഞാനൊരു പ്രതികാരദാഹിയാണ്. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചുമൂടാനും മടിയുള്ള ആളല്ലേ ഞാൻ. ഞാൻ കേട്ടിട്ടുണ്ട്, സാർ. ഇതെന്താ കളിത്തോക്കാണോ, സാർ? നോ, ഇത് അമേരിക്കയിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് തരാനുള്ളതാ. ദാ നോക്ക്, വളരെ ട്രിക്കിയായ ഒരു സാധനമാണിത്. നമ്മുടെ ശത്രു ഈ റിവോൾവർ തട്ടിയെടുത്ത് നമ്മുടെ നേർക്ക് തന്നെ കാഞ്ചി വലിച്ചാൽ ദാ ഇതുപോലെ കത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണേ ഇതിൽ നിന്ന് സീർത്ത് കത്തിച്ച് വലിക്കാം. സൂക്ഷിച്ചില്ലേ, കത്തിക്കുന്നവന്റെ കാറ്റ് പോവും. വീണ്ടും ഞെക്കിയ വെടി പൊട്ടും. അയ്യോ, എന്തിനാണ് സാർ വേണ്ടാത്ത കോടാലിയൊക്കെ തന്നയക്കുന്നത്? ശരിക്ക് പൊട്ടുന്ന ഒരു തോക്ക് തന്നയച്ചാ പോരെ? പോരാ, അമേരിക്കക്കാരനെ വിരട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ഇതുപോലുള്ള സാധനങ്ങൾ ജെയിംസ് ബോണ്ട് കൊണ്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? ഓ, അങ്ങനെ. ശത്രു ചത്താൽ ഷർട്ടി കുത്താനായിരിക്കും ഈ കറുത്ത തുണി അല്ലേ? അല്ല, ഈ കറുത്ത തുണി പോൾ ബാർബറുടെ കുപ്പായത്തിന്റെ ഒരു ചീന്താണ്. കിരീടവും കൊണ്ടവൻ റോഡിലേക്ക് ചാടുമ്പോ മുള്ളുവേലി കുടുങ്ങി കീറിയതാ. ദൃക്സാക്ഷികൾ പറയുന്നത് അയാളുടെ മുതുകിൽ കമ്പി കൊണ്ട് നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ടെന്നാണ്. ഈ തുണിയുടെ കീറിയ മറ്റേ ഭാഗവും മുതുകിലെ മുറിവുമാണ് പോൾ ബാർബറെ തിരിച്ചറിയാൻ നമ്മുടെയിലുള്ള തുമ്പുകൾ. ഈ പോൾ ബാർബർ അമേരിക്കയിൽ ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? എന്താ? അല്ല, പോൾ ബാർബർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എനിക്ക് ആ വീട്ടിൽ കയറാം. ഈ സീഡികൾ പല വേഷത്തിൽ വേണമല്ലോ അന്വേഷണം നടത്താൻ. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഇതാണ് എന്നെ ആപ്പിലാക്കിയ കിരീടം. ഇതാണ് ഇത്ര വലിയ കിരീടം. ഇതൊരു ബാലയ്ക്ക് വെക്കുന്ന കിരീടം പോലുണ്ടല്ലോ. കിരീടത്തിന്റെ ഭംഗിയല്ല, അതിന്റെ ആന്റിക് വാല്യൂയാണ് പ്രശ്നം. ഓഹോ സാർ, അപ്പൊ എന്റെ ചെലവിന് 5 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി കിട്ടും. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, CD വിജയനെ എന്റെ കൂടെ അയക്കണമെന്നില്ല. വെറും കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരുത്തം വന്നിട്ട് അമേരിക്കയിൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ മറ്റേ കേസുകളൊക്കെ നിങ്ങൾ ഒരുമിച്ചല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളത്? അങ്ങനെയൊന്നുമല്ല, എന്റെ മാത്രം ബുദ്ധി കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. പിന്നെ എന്റെ വിശാലമായ മനസ്സുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവനും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. സർക്കാരിന്റെ കാശ് തിന്നു മുടിക്കാനല്ലാതെ അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ശരി, മിസ്റ്റർ രാംദാസിന്റെ ഇഷ്ടം.